നമുക്ക് ഈ സ്വാമി വേഷമൊക്കെ ഒരു വേഷം കെട്ടലായിട്ട് എപ്പോഴും തോന്നുന്നത് ആസാമിമാരാണ്. നമ്മൾ എടുക്കുന്ന വസ്ത്രവും അവരുടെ വസ്ത്രവും എല്ലാം തന്നെ തുണിയാണ്, നിറത്തിൽ വ്യത്യാസമുള്ളൂ. പക്ഷെ അതുകൊണ്ട് അവര് കളർഫുൾ അതായത് ഒരു നവനീത സ്വാമി ന്യൂ ലുക്ക് എന്നാലേ നിലനിൽക്കാൻ പറ്റൂ. സർവൈവലിന്റെ പ്രശ്നമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമല്ല, അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ജോലിയുണ്ട്. ഞാൻ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. ഇതൊന്നും ആത്മീയതന്റെ പ്രശ്നമാണ്. ഇത്തരം ആളുകളുടെ ധാരണ ഞങ്ങൾ ഇപ്പൊ ബാബുസ്വാമി മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാരനാ, നമ്മൾ മറ്റൊരു ഡ്രാഫ്റ്റ്സ്മാൻ ആണ്, ഞങ്ങൾ ഇതുകൊണ്ടാ ജീവിക്കുന്നതെന്ന് ഇവര് ഇവരാണ് വിശ്വാസികൾ. ഇവര് വിശ്വസിക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കണ്ണടച്ചിട്ട് അത് തെറ്റാണ്. ഞങ്ങളുടെ ഹിസ്റ്ററി പരിശോധിച്ച് ഞങ്ങൾ ഇതുകൊണ്ടാണോ ജീവിക്കുന്നത്? ഇപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ ഇങ്ങനെ സംസാരിച്ച് ജീവിക്കാൻ നമുക്ക് പറഞ്ഞു. അല്ല, നിങ്ങളുടെ പെർഫോമൻസ് പറയാം. ഞാൻ പറഞ്ഞ ഞങ്ങളൊക്കെ ഓർഡിനറി പെൻ, ഞങ്ങൾ നിങ്ങളുടെ മതവിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരുടെ മതവിശ്വാസത്തെ അവരുടെ അന്ധവിശ്വാസത്തെ നിങ്ങൾ തന്ത്രി എന്ന് പറയുന്നു. നിങ്ങൾ എന്ത് തന്ത്രി, ആരുടെ തന്ത്രി, എന്ത് തന്ത്രം? നിങ്ങൾ വേറെ തന്ത്രം ഇറക്കുന്നതിനെ ഏത് തന്ത്രം ഇറക്കിയാലും നിങ്ങളുടെ ഒരു തന്ത്രവും മന്ത്രവും കൊണ്ട് കൊടിയെ പോലും ചലിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാം കൈ മൊബൈലുണ്ട്, നിങ്ങളെ ഈ മൈക്കുണ്ട്, നിങ്ങൾക്ക് വസ്ത്രം, നിങ്ങളിരിക്കുന്ന സാധനം എല്ലാം ശാസ്ത്രത്തിന് കണ്ടുപിടുത്താം. നിങ്ങളുടെ ഒരു തന്ത്രവും ഒരു മന്ത്രവും ലോകത്തിന്ന് ഒരു മതത്തിന്റെ സിദ്ധാന്തവും പറയുന്ന കേട്ടിട്ട് പറയൂ, കേട്ടിട്ട് പറ. നിങ്ങൾ ഈ ലോകത്തിലെ ഇതുവരെ ഉണ്ടായ മതസിദ്ധാന്തങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പുൽക്കൊടി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേൾക്കൂ സുഹൃത്തുക്കൾ, ബഹളം വെക്കാതെ. നിങ്ങൾക്ക് ഈ ഭൂമിയില് ഈ ശാസ്ത്രവും ഭൗതികവാദവും അല്ലാതെ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലോ ആഹാരത്തിലോ ജീവിത രീതിയിലോ ഏതെങ്കിലും നിങ്ങളുടെ ആത്മീയതയും നിങ്ങളുടെ മന്ത്രവും തന്ത്രവും കൊണ്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോഴിവിടെ വെച്ച് കാണിക്കണം. നിങ്ങൾ പറഞ്ഞ ശാസ്ത്രമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യൂ. ശബ്ദം ഉണ്ടാക്കി രക്ഷപ്പെടാൻ നോക്കരുത്. അത് നിങ്ങളുടെ തന്ത്രമാണ്, വലിയ അഭ്യാസമാണ്. ഒരർത്ഥമില്ലാത്ത മൗനം വരുത്താൻ വേണ്ടി അങ്ങനെ നിങ്ങള് ലോകത്തിലെ മുഴുവൻ മന്ത്രവാദം കൊണ്ട് വന്നാലും എന്റെ അടുത്ത് വന്നിരുന്ന് നിങ്ങൾക്ക് എന്റെ ഒരു രോമത്തെ പോലും സ്പർശിക്കും. അങ്ങനെ രോമം പഠിക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറ്റില്ല. പറയുന്നില്ല. ഞങ്ങൾക്ക് അതല്ല പണി,